നമസ്കാരം. കലിമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യ പ്രവർത്തനത്തിനൊപ്പം സൗജന്യ ഭവന മെയിൻ്റനൻസും നടത്തി നിരാലംബരായവർക്ക് സാന്ത്വനമേകുന്നു. 10ാം വാർഷികത്തിലേക്ക് കാൽവയ്ക്കുന്ന കലിമയുടെ ആതുര സാന്ത്വന സേവന പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇതിനോടകം 1 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികളായ ശ്രീ ടി കെ അബ്ബാസ്, സെക്രട്ടറി ശ്രീ ടി എം ജമാൽ, ട്രഷറർ ശ്രീ സുബൈർ, അബ്ബാസ് പി കെ, അബ്ദുസത്താർ തുടങ്ങിയവർ പറഞ്ഞു. എരമം തോപ്പിലക്കാട് താമസിക്കും മുംതാസ് മജീദിന് താറുമാറായ ഭവനത്തിൻ്റെ മെയിൻ്റനൻസ് എരമം മഹല്ല് കമ്മിറ്റിയോടൊപ്പം ഏറ്റെടുത്ത് നടത്തി. മഹല്ല് ചീഫ് ഇമാം ഷാഫി ഇംദാദി ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മുൻ വാർഡംഗം ശ്രീ ടി ബി ജമാൽ, മഹല്ല് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഹമീദ്, സാമൂഹിക കാരുണ്യ പ്രവർത്തകൻ ശ്രീ റഫീഖ് അമൃത, കലിമ സെക്രട്ടറി ജമാൽ ടി എം, ശ്രീ ജലാൽ, ശ്രീ അഷ്റഫ്, ഷാജി, കോൺട്രാക്ടർ ശ്രീ ബാവ മുപ്പത്തരം, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇതിനോടകം കലിമ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിലെ 6ഓളം വീടുകൾ മെയിൻ്റനൻസ് ചെയ്ത് കുടുംബങ്ങൾ കൈമാറിയിട്ടുണ്ട്. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുവാൻ കലിമക്ക് കഴിയുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എരമം മുസ്ലിം ജമാഅത്തിൻ്റെയും കലിമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ നമ്മളെല്ലാവരും കൂടെ പ്രിയപ്പെട്ടൊരു സഹോദരിയെ ചേർത്ത് പിടിച്ച് അവർക്കൊരു വീട് പരിപൂർണമായി നിർമ്മിച്ചു കൊടുത്തത് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു സദുദ്യമം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു വളരെയേറെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. നിങ്ങൾ കേവലം നിസ്കരിക്കൂ, നോമ്പ് പിടിക്കൂ എന്നതിലുപരി നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനും പാവപ്പെട്ടവരെ, അഗതികളെയൊക്കെ ചേർത്ത് പിടിക്കാനും അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ കൽപ്പനയുണ്ട്. ആ ചേർത്തുപിടിക്കലില്ലാതെ നിങ്ങൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല എന്ന് സൂറത്തുൽ മാഊനിലൂടെ അള്ളാഹു നമ്മെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നമുക്ക് ഉറച്ചു നിൽക്കാനും മറ്റുള്ളവരുടെ കണ്ണീര് കാണാനും ആ കണ്ണീരൊപ്പാനും നമുക്ക് ഒരുമിച്ച് മുന്നിട്ടിറങ്ങാം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാണ്. ഞാൻ മെമ്പറായിരിക്കുമ്പോൾ മുംതാസ് കുറേ നാളുകളായിട്ട് ഉന്നയിക്കുന്ന ഒരാവശ്യമായിരുന്നു. ഈ വീട് വർഷം വന്നു കഴിഞ്ഞാൽ ചോർന്നൊരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. വാർക്കയുടെ വിണ്ടിട്ട് വെള്ളം ഇങ്ങനെ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ആളുകളുടെ അടുത്തും ഞാൻ പറഞ്ഞു, അപ്പോൾ ആദ്യഘട്ടത്തിൽ വെള്ളമില്ല, ഇവിടെ ടാങ്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അശ്രദ്ധിക്കായിട്ട് ബന്ധപ്പെട്ട് ആ ടാങ്കും വാട്ടർ ടാങ്കും ഒക്കെ വെച്ച് ആ വെള്ളത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. പിന്നെ ജമാഅത്ത് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ കമ്മിറ്റിക്കാരെ കൂടി ആലോചിച്ചിട്ട് പിന്നെ കലിമ, നമ്മൾ എലുകര കലിമേനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ അവർ 6 വീടുകളും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി അവർ അതിനിടക്ക് ഞാൻ പറഞ്ഞപ്പോൾ അവർ ഇത് കൂടി ഏറ്റെടുത്തിട്ട് പള്ളി കമ്മിറ്റിയും അവരും കൂടി ഇതിപ്പോൾ ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞു. ബാത്റൂം പിന്നെ വാർക്കയുടെ മുകളിൽ വേറെ കമ്പി ഇട്ടിട്ട് വാർത്ത് നല്ല ബലത്തിൽ പിന്നെ സൗകര്യമായിട്ട് ഉല്ലാസിന് അപ്പം പേടിക്കാതെ കയറി കിടക്കാം. അപ്പോൾ ഇത് ചെയ്ത എല്ലാവർക്കും, ഇപ്പോൾ കലിമ ചാരിറ്റബിൾ ട്രസ്റ്റിനും എരമം ജമാഅത്ത് പള്ളി കമ്മിറ്റിക്കും അതുപോലെ തന്നെ ശ്രമിക്കുക തലഹത്ത് എന്നിവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തരം.